ഞങ്ങളെല്ലാവരും ക്യാമറ ബാക്കിൽ നിന്ന് മോഹൻലാൽ അഭിനയിക്കുന്നു. അപ്പോൾ ഇത് ലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിതൊരു മീറ്റർ പിടിച്ചിട്ടുണ്ട്, അത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് പറയണം, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറക്കാമെന്ന് പറഞ്ഞു. അപ്പം ലാലങ്ങ് അഴിഞ്ഞാടിയിട്ട് മറ്റേ നമുക്ക് ചോദിച്ചു പോകാന്ന് പറഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ട് അതിനുശേഷം ഒരു വീട്ടിൽ വന്ന് ഗേറ്റിൽ വന്നിട്ട് ഇങ്ങനെ തട്ടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കൂടുതലാണോ എന്ന് എനിക്കൊരു തോന്നൽ. മൂന്നാമത്തെ ദിവസം റഷസ് വന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാല് പറഞ്ഞ് കമലിനെന്താ തോന്നി, ഞാൻ ഓക്കെയാണെന്ന്. അതായത് മീറ്റർ കറക്റ്റായിട്ട് തോന്നുന്നു. അപ്പോൾ അതാണ് മോഹൻലാൽ. ലാലിന് സ്ക്രീനിൽ എന്ത് വരണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവസാനം ജയറാം ചെന്നിട്ട് ഈ സ്റ്റേഷൻ മാസ്റ്റർ എടുത്ത് കാല് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണം, ഒന്ന് ജനലൊക്കെ ഒന്ന് അടച്ചു തരാം. ഈ മറ്റേ മിനറൽ വാട്ടറിന്റെ ബോട്ടിലുണ്ടല്ലോ, ബോട്ടിൽ പുള്ളി കാര്യം സാധിച്ചിട്ട് അവിടെ മൂലക്ക് വെച്ചിട്ട് പോന്നു. ഇത് കഴിഞ്ഞിട്ട് ആരോ വന്നിട്ട് ഇത് വെള്ളം വെച്ചിട്ട് കുടിക്കാൻ പോവാ. അവിടെ വേറെ ഒരു സൗകര്യം ഇല്ല, ഒരു കയറി നിന്നിട്ട് ഡ്രസ്സ് മാറ്റാൻ തരും. പക്ഷെ ശോഭന പറഞ്ഞ് ഞാനിവിടെ മാറ്റിക്കൊള്ളാം. ശോഭനയുടെ ആയയും ഡാൻസ് മാസ്റ്ററും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി സ്ത്രീയാണ്. അവർ നേരെ അങ്ങ് പോയിട്ട് തുണി വെച്ച് മറിച്ചിട്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് മറിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് സാരി മാറ്റിയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ ഷോട്ട് എടുത്ത്. ഇന്നിപ്പോൾ നമുക്ക് ആരോടും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മൊബൈൽ ഫോൺ ഇരിക്കുന്നത്, ക്യാമറ ഇരിക്കുന്നത് ആർക്കും അറിയില്ല. ജയറാമും മഞ്ജു വാര്യരും വലിയ നായികയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ബിജു മേനോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ആളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ക്രൗഡാണ്. അപ്പോൾ നമ്മൾ ഈ ഷോട്ട് എടുക്കുമ്പോൾ ഈ ക്രൗഡിനെ മുഴുവൻ മാറ്റാന്നുള്ള ഒരു ജോലിയല്ലേ. ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയണ സീൻ എടുക്കുന്ന സമയത്ത് കുട്ടി കരയണില്ല. അവസാനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയറാം പറഞ്ഞ് ഞാൻ നോക്കാതൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് കുട്ടി ഭയങ്കര കരച്ചിൽ. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നീ ജയറാം നീ ഒന്നുമില്ല പറയാൻ പാടില്ല, വെല്ലൊന്ന് പിച്ച് ചെയ്ത് അമ്മയച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. സാറാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെറിയ കുട്ടീനെ വെച്ച് അഭിനയിപ്പിച്ചേക്കുന്ന തൂവൽ സ്പർശത്തില് അതിന്റെ ഒരു അനുഭവം സാറിന്റെ അവിടെ ഇവിടെയൊക്കെ ഞാൻ റീൽസ് കുറച്ച് കാണുകയുണ്ടായി. ഭയങ്കര പാടായിരുന്നു കൊച്ചിനെ കരയിപ്പിക്കാനായാലും ചിരിപ്പിക്കാനായാലും. അതിനും കുറെ കഥകളുണ്ട്. അതിനിപ്പോ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ അടുത്താണെന്ന് തോന്നുന്നു, ഈ ജയറാമിന്റെ ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നത് ഓസ്ലറിന്റെ ആണെന്ന് തോന്നുന്നു. ഓസ്ലറിന്റെ പ്രൊമോഷൻ സമയത്ത് ജയറാമിന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോള് വന്നു. ഈ കുട്ടിയുടെ കോളാണ്. അങ്ങനെ ജയറാം സംസാരിച്ച ആ പ്രൊമോഷൻ പരിപാടി കഴിഞ്ഞോടെ ജയറാം എന്നെ വിളിച്ചു. അയ്യോ കുട്ടി ഇവിടെ ഉണ്ട് മറ്റുണ്ട് എന്നെ വിളിച്ചിരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ജയറാമിനോട് പറഞ്ഞു എനിക്ക് ആ കുട്ടി അറിയാം, അവരിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ആ കുട്ടിയുടെ മാരേജിനൊക്കെ എന്നെ വിളിച്ചിരുന്നതാണ്. മാരേജ് കഴിഞ്ഞ അവൻ 2 കുട്ടികളുണ്ട് ആ കുട്ടിയുടെ. അന്ന് ആ കുട്ടിക്ക് 7 മാസത്തെ പ്രായമുള്ളൂ. അത്രയും ചെറിയ കുട്ടിയാണ്. അത് ഞങ്ങൾ ഈ കഥ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി എങ്ങനെയാണ് ആരാണെന്നൊക്കെ ഇങ്ങനെ പല വഴിക്കും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഡിസ്കഷൻ. അപ്പോൾ അന്ന് ഇക്ബാൽ കുറ്റിപ്പുറം ഉണ്ട്, തിരക്കഥാകൃത്തുണ്ട്. അന്ന് പുള്ളി തിരക്കഥാകൃത്തൊന്നും ആയിട്ടില്ല. പുള്ളി ഇവിടെ ഹോമിയോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും എന്നായിട്ട് പരിചയമുണ്ട്, ഇടയ്ക്ക് എന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ഈ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടിയെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇക്ബാൽ പറഞ്ഞു ഇക്ബാലിൻ്റെ കസിൻ്റെ ഒരു കുട്ടിയുണ്ട്, കൊച്ചിയിലുള്ളതാണ്, ഒന്ന് കണ്ടു നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസിനെ ഇക്ബാൽ വിളിച്ചു. കസിൻ വന്നു. അങ്ങനെ അവർ കുട്ടിയെയും കൊണ്ട് വന്നു. കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് കുട്ടി. ഞാൻ പറഞ്ഞത് അഭിനയിക്കുക കുട്ടി, അതിന് അഭിനയിക്കാൻ പറ്റില്ല, 6 മാസമല്ലേ ഉള്ളൂ. അവൻ പറയും റിസ്ക് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ് എടുത്താൽ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ ആ കുട്ടി എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ വന്നു. കുറേ നേരം ഞാൻ മടിയിലിരുത്തി കളിപ്പിച്ചൊക്കെ അപ്പോൾ ചിരിക്കുന്നതൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ വെച്ചിട്ട് പറ്റും. അങ്ങനെ ആൻ്റണി ഇഷ്ടമായിരുന്നു, സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. പുള്ളീനെ പറഞ്ഞയച്ചിട്ട് പുള്ളിയെ കൊണ്ടാണ് കുറേ സ്റ്റില്ല് എടുപ്പിച്ചു. ആ പടത്തിലേക്ക് നമ്മൾ ഫ്ലാറ്റിൽ ഉപയോഗിച്ചൊക്കെ അന്ന് എടുത്ത സ്റ്റില്ലാണ്. അങ്ങനെയാണ് ആ കുട്ടി അഭിനയിപ്പിച്ചത്. അപ്പോൾ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. കാരണം എന്ന് വെച്ചാൽ ചില സീനുകളിൽ കുട്ടി ഉറങ്ങുന്ന സീനുണ്ട്. അപ്പോൾ ഈ ഉറങ്ങുന്ന സീനിൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സീൻ എടുക്കാൻ പറ്റില്ല. കുട്ടി ചിലപ്പോൾ കരയും ഇന്ന്. അപ്പോൾ കിടന്നുറങ്ങുമ്പോൾ അതിൽ സിനിമ കണ്ടാൽ മനസ്സിലാവും വാതിലിൻ്റെ അവിടെ കുട്ടീനെ കിട്ടുന്ന സീനുണ്ടല്ലോ. അപ്പോൾ അത് ഉറങ്ങുമ്പോഴാണ് ജയറാമും വന്നിട്ട് എടുക്കുന്നത്, സായികുമാർ കൂടി വന്ന് കുട്ടീനെ എടുക്കണത്. അപ്പോൾ ആ സീൻ എടുക്കണമല്ലോ. ആ സീനിൽ കുട്ടി ഉറങ്ങുക തന്നെ വേണം. അപ്പോൾ കുട്ടിയെ കൊണ്ട് ഉറക്കി അതിൻ്റെ അമ്മ ഉറക്കിയിട്ട് അവിടെ കൊണ്ട് കിടത്തി. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു വെച്ചാൽ ആരും ശബ്ദം ഉണ്ടാക്കരുത്, എല്ലാവരും സൈലൻ്റായി. പക്ഷേ ആക്ഷൻ പറയാൻ പറ്റില്ല. ഞാൻ ആക്ഷൻ പറയില്ല, കൈ കൊണ്ട് കാണിക്കുള്ളൂ. പക്ഷേ ഡയലോഗ് ഉണ്ട്, ജയറാമിനും സായികുമാറിനും ഡയലോഗ് ഉണ്ട്. അപ്പോൾ ഡയലോഗ് പറഞ്ഞാൽ കൊച്ചു ഉണർന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ജയറാമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് ഡയലോഗ് മിമിക് ചെയ്തു. വെറും മൈമയാണ് മാതിരി വെറും വോയിസ് ഇല്ലാണ്ട് ആക്ഷൻ മാത്രം കറക്റ്റായിട്ട് ഇത് പറഞ്ഞ് നമുക്കത് മനസ്സിലായി, ഇന്നാണ് പറയണമെന്നുള്ളത് മനസ്സിലായി. ആക്ഷൻ ഇല്ല, കൈ കൊണ്ട് കാണിക്കും ക്യാമറ, ആക്ഷൻ ഇല്ല കൈ കൊണ്ട് കാണിക്കും, കട്ട് ഇങ്ങനെ കാണിക്കും. അങ്ങനെ സീൻ എടുത്ത്. പിന്നെ പല സീനുകളും അങ്ങനെയാണ്.
പിന്നെ ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയണ സീൻ എടുക്കുന്ന സമയത്ത് കുട്ടി കരയണില്ല, ഭയങ്കര ചിരിയും കളിയൊക്കെ ഇട്ട് കമ്പനി ആയി കഴിഞ്ഞു, എന്ത് ചെയ്തിട്ടും കരയണില്ല. അവസാനം വെച്ചിട്ടുണ്ടെങ്കിൽ ജയറാം പറഞ്ഞ് ഞാൻ നോക്കാതൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് കുട്ടി ഭയങ്കര കരച്ചില്. എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്നും പറഞ്ഞില്ല, ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നീ ജയറാം നീ ഒന്നുമില്ല പറയാൻ പാടില്ല, ബെല്ലൊന്ന് പിച്ച് ചെയ്ത് അമ്മയച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഇപ്പൊക്കെ ഒരു വലിയ പ്രശ്നമൊക്കെ മാറുന്നത് പറഞ്ഞു കഴിഞ്ഞാല്. അയ്യോ അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തോ പിച്ച് ചെയ്തില്ല, അല്ലാണ്ട് എന്ത് ചെയ്യാൻ എത്ര നേരം കാത്തു. ജയറാം അതിനെ തമാശയാക്കി. പക്ഷെ അങ്ങനെയൊക്കെ, പക്ഷെ അതൊരു മറക്കാൻ പറ്റാത്ത. അപ്പൊ ഈ കുട്ടിക്കൊന്നും ഒന്നും അറിയില്ലല്ലോ, ഒന്നും ഓർമ്മയില്ലല്ലോ. പിന്നീട് കുട്ടി വലുതായതിനു ശേഷം ഞാൻ കുട്ടീനെ ആദ്യം കാണുന്നത് ഗ്രാംഫോൺ ഷൂട്ടിംഗ് നടക്കുകയാണ് ഫോർട്ട് കൊച്ചിയിൽ, മട്ടാഞ്ചേരിയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ അന്ന് ആ കുട്ടി എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ്സിലോ അങ്ങോട്ടൊക്കെ പഠിക്കണമെന്ന് തോന്നി, കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ കുട്ടിയുടെ അച്ഛനുമായിട്ട് അവിടെ വന്നതാണ്. അവിടെ വന്നിട്ട് ഈ ഫാദറിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വന്ന് വർത്താൻ പറഞ്ഞ്, ഞാനപ്പം ഈ കുട്ടി അടുത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ മോളെ എവിടെയാണ്, ഇതല്ലേ എന്ന് പറഞ്ഞു. ഫർസാന അതാണ് അവളുടെ പേര്, ഇതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടി, അപ്പൊ അയാൾ എന്നോട് പറയണേ അല്ലേ ഇത് കുട്ടി വലുതാവൂലേ അന്നത്തെ കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വലുതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ജയറാമിനും അന്നത്തെ ജയറാമിന്റെ ഇന്റർവ്യൂവിലും ജയറാം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവളെങ്ങനെ വലിയ കുട്ടിയായിട്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ സാറിന്റെ ഇപ്പോഴും കുട്ടികളെ ഉറക്കുന്ന ഒരു പാട്ടാണ് കണ്ണാൻ തുമ്പി പോരാമോ. അതിപ്പോഴും ആ ഒരു ഫിലിം ആയാലും ആ പാട്ടായാലും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. ചുമ്മാ ആ പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ കണ്ണീന്നൊക്കെ ചെറിയ കണ്ണീരൊക്കെ വരുന്നതാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ ഒരു ഓർമ്മകൾ ഞങ്ങളോട് പറയാമോ? അത് ഫാസിലാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, ഡയറക്ടർ ഫാസിൽ. അദ്ദേഹം തന്നെയാണ് അതിന് തിരക്കഥ എഴുതിയത്. മധുമുട്ടത്തിന്റെ കഥയാണ്, മണിച്ചിത്രത്താഴ് എഴുതിയ മധുമുട്ടത്തിന്റെ കഥയാണ് അത്. ഞാൻ ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള സിനിമയുടെ റീ റെക്കോർഡിങ് നടന്നു മദ്രാസിൽ RR നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാസിൽ എന്നെ വിളിപ്പിക്കുന്നത്. വിളിച്ചു ഫാസിൽ, അപ്പോൾ എന്നെക്കാളും സീനിയർ ഡയറക്ടർ, വലിയ ഡയറക്ടറില്ല. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിനിമ റിലീസായിട്ടില്ല, എൻ്റെ RR നടക്കുന്നുള്ളൂ. വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു പടം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കിട്ടുന്നൊരു വലിയൊരു റിവാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഫാസിലിനെ വരെ ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടർ എന്നെ കൊണ്ടൊരു പടം ചെയ്യാൻ വേണ്ടി വിളിക്കുക. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ സിദ്ദീഖും ലാലും ഉണ്ട്, ഫാസിലിൻ്റെ അസിസ്റ്റൻസ് അസോസിയേറ്റ്സാണ്. അപ്പോൾ സിദ്ദീഖ് ലാലായിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ട്, എറണാകുളത്ത് വെച്ച് പരിചയമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചു. ഫാസിലിൻ്റെ പ്രൊഡ്യൂസറും പാർട്ട്ണറായിട്ടുള്ള ഔസേപ്പച്ചനും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി സംസാരിക്കും. ഫാസിൽ എന്നോട് 2-3 കഥ പറഞ്ഞു. അതിൽ നിന്ന് ഏത് കഥ വേണമെങ്കിലും കമലിന് ഇഷ്ടമുള്ള കഥ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞു 1-2 കഥകൾ അത്ര ഇഷ്ടപ്പെടാണ്ടല്ല, പക്ഷെ ഞാൻ ചെയ്താൽ നന്നാവില്ല. അപ്പോൾ എനിക്കത് പറയാനും പേടി പുള്ളിയോട്. പിന്നെ ഞാൻ സിദ്ദീഖിനോട് പറഞ്ഞ് പാച്ചിക്ക പറഞ്ഞ 2 കഥകൾ ഞാൻ ചെയ്താൽ നന്നാവില്ല, പാച്ചിക്ക ചെയ്താലും നന്നാവുള്ളൂ. പിന്നെ ഒരു വേറെ ഏതെങ്കിലും കഥ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാമെന്നൊക്കെ പറയുമ്പോഴാണ് മധുമുട്ടുണ്ട്. മധുമുട്ടം ഇങ്ങനെ സംസാരിച്ചു. മധുമുട്ടം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്, അത് ഫാസിൽ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. അതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാച്ചിക്ക കയറി വന്നു, റൂമിലേക്ക് വന്നു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നത്, അപ്പോൾ സിദ്ദീഖ് പറഞ്ഞു ഇങ്ങനെ പാച്ചിക്ക ഇങ്ങനെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്നുള്ള മധുമുട്ടത്തിൻ്റെ കഥനെ പറ്റി പറയായിരുന്നു. ആ കഥ പറഞ്ഞോ കമലിനോട് എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞിട്ടില്ല. ഞാനത് പറയാമെന്ന് പറഞ്ഞു. പാച്ചിക്ക ആ കഥ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു പാച്ചിക്ക ഈ കഥ അല്ലാണ്ട് പാച്ചിക്ക ഡയറക്റ്റ് ചെയ്യാൻ പോകല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനെങ്ങനെ അത് ഇല്ല ഞാനങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല, വേണോ വേണ്ടെന്ന് ഇങ്ങനെ കൺഫ്യൂഷനാണ്. കമലിനാക്കാൻ അത് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇഷ്ടപ്പെട്ടു, നമുക്കത് ചെയ്യാം. അപ്പം തന്നെ അവിടെ വെച്ച് ഡിസൈഡ് ചെയ്യണം. കമലിന് ഓക്കെ ആണെങ്കിൽ ആ കഥ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പം തന്നെ പാച്ചിക്ക പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു നായകനൊന്നും ഇല്ല കേട്ടോ, ഹീറോ ഇല്ലാത്ത സിനിമയാണ്, 2 ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് പ്രധാനപ്പെട്ടത്. അത് കമലിന് കുഴപ്പമാവും. ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, പാച്ചിക്കല്ലേ പ്രൊഡ്യൂസർ, എനിക്കെന്ത് കുഴപ്പം. അല്ല കമലിപ്പോൾ മോഹൻലാൽ വെച്ച്, അപ്പോൾ 2 പടവും മോഹൻലാൽ വെച്ച് ചെയ്തതാണ് ഞാൻ, ആദ്യത്തെ 2 പടവും. ഇല്ല ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഒന്നുമില്ല, പാച്ചിക്ക പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നായകനില്ലാത്ത സിനിമയാന്ന് പറഞ്ഞിട്ട് ആണ് രേവതിയും അംബികയാണ് അതിൽ പ്രധാന വേഷത്തിൽ നിന്ന്. പിന്നെ അതിൽ ചെറിയ വേഷങ്ങളൊക്കെ ശ്രീരാമൻ വില്ലനായിട്ടും അങ്ങനെയൊക്കെയുള്ള വേഷങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു ഓർമ്മ. അതിലും കുറേ കുട്ടികളുണ്ട്. അതിലൊരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണാൻ തുമ്പി പോരാമ എന്നുള്ള പാട്ടിൽ 2 കുട്ടികളായിരുന്നല്ലോ. അതിലൊന്ന് കാവേരിയാണ്, പിന്നീട് നായികയില്ലേ കാവേരി, അറിയാം. കാവേരിയാണ് മൂത്ത കുട്ടിയാണ്, അമ്പിയുടെ ചെറുപ്പമായിട്ട് കാവേരിയാണ് അഭിനയിച്ചത്. മനസ്സിലായില്ല, ഉദ്യാനപാലകളിലെ ഹീറോയിനായിട്ട് പിന്നെ തമിഴിലൊക്കെ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കാവേരിയാണ് ആ കുട്ടി. മറ്റേ കുട്ടിയും കുറേ കുട്ടികളെ നോക്കി ഇതേപോലെ ഒരു കുട്ടിയെ കൊണ്ടുവന്നു അഭിനയിപ്പിച്ചു. ഒരു ദിവസം അഭിനയിച്ചു, ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമായിരുന്നു. അതിനുശേഷം വേറൊരു കുട്ടിയെ കൊണ്ട് അത് ശരിയാവില്ല എന്ന് തോന്നിയിട്ട് മാറ്റിയിട്ട് വേറൊരു കുട്ടിയെ കൊണ്ടുവന്നു. ഇതൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അത് പിന്നെ ചെന്നൈയിൽ നിന്ന് വേറൊരു കുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ 3 കുട്ടികളെ വെച്ചിട്ട് ശരിയാവുന്നില്ല. എനിക്ക് ആകെ 3 ദിവസം ഷൂട്ടിങ് ആകെ വല്ലാത്തൊരു അവസ്ഥയിലായി. ചെറിയ കുട്ടി പാട്ടിലേക്ക് എടുത്തൊക്കെ നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ല. അവസാനം വീണ്ടും ചെന്നൈയിൽ നിന്ന് ഒരു കുട്ടി വരണമെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വന്ന കുട്ടിയാണ്
ആ കുട്ടി വന്നപ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു, ഭയങ്കര നമ്മൾ പറയണൊക്കെ ഒരു പപ്പറ്റ് മാതിരി അനുസരിക്കുക, എന്ത് പറഞ്ഞാലും അതേപോലെ അനുസരിക്കുന്ന ഒരു കുട്ടി നമ്മൾ വളരെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്തു. അതാണ് രേവതിയുടെ ചെറുപ്പമായിട്ട് അഭിനയിച്ചത്. അതിൻ്റെ ഒരു അടുത്തൊരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുട്ടി വലുതായി തെലുങ്കിലെ വലിയ നായികയായി. ഇതൊന്നും എനിക്കറിയില്ല, ഈ കുട്ടിയാണ് വലുതായി നായികയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ അയാൾക്ക് അത് എടുത്താണ് ഷൂട്ടിങ് നടക്കുന്നത് ഷൂട്ടിങ്ങിൻ്റെ ഡിസ്കഷൻ കിടക്കുന്ന സമയത്ത് ആദ്യം സൗന്ദര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, മരിച്ചുപോയി സൗന്ദര്യം. അപ്പോൾ മരിച്ചല്ലോ, അപ്പോൾ ആദ്യം ഉദ്ദേശിച്ച് പിന്നെ അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഹീറോയിൻ പിന്നെ വേറെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ചിട്ട് സമയത്ത് ഈ സരിതയില്ലേ, ആക്ട്രസ് സരിതയ്ക്ക് തെലുങ്കും തമിഴൊക്കെ ഒരുപാട് ആക്ട്രസിനായിട്ട് പരിചയമുള്ളതുകൊണ്ട് അവരോട് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാൻ അന്വേഷിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് പലരെ ആയിരിക്കും പറഞ്ഞിട്ട് പിറ്റേന്ന് സരിത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തെലുങ്കിൽ മന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു നായികയുണ്ട്, ആൾക്കാലത്തെ ഭയങ്കര വലിയ നായികയായിരുന്നു, മന്ത്ര എന്നാന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, നമ്മൾ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു, ഫോട്ടോ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന്. അങ്ങനെ മന്ത്രയെ വിളിച്ചു. അപ്പോൾ ആരെ ഡയറക്ടർ എന്ന് ചോദിച്ചു, കമൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കമൽ സാറാന്നൊക്കെ ചോദിച്ചു ഹരിന്ന്. അതെന്ന് പറഞ്ഞു. അപ്പോൾ സരിത ചോദിച്ചാൽ അറിയുമെന്ന് ചോദിച്ചു. അയ്യോ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സരിത ഉടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ മന്ത്രയെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ നമ്മുടെ മോഹൻലാലിൻ്റെ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് അവർ അഭിനയിച്ചില്ല. പിന്നീട് നന്ദിനിയാണ് ആ റോളിൽ അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്ക്, നമ്മുടെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരു വലിയ നായികയായി എന്നുള്ളത്. ആ ഒരു ഭാഗ്യം കൂടെ ഉണ്ട്, ചെറുപ്പത്തിലെ കൈപിടിച്ചവര് എങ്ങനെയൊക്കെ പറയാതില്ല. കാവ്യ ചെറുപ്പത്തിൽ വന്നു, പൂക്കാലം വരവായിലാണ് കാവ്യ ആദ്യം കുട്ടിയായിട്ട്. പക്ഷെ ഇപ്പോഴും സാറിനെ കണക്ട് ചെയ്ത് അവര് വരുന്നുണ്ട്, ആ ഒരു ഭാഗ്യം എല്ലാവർക്കും അങ്ങനെ അതെ നിമിത്തമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ അയാൾ കഥ എഴുതുകയാണെങ്കിലും സാറ് പറഞ്ഞ ഒരു രസകരമായ സാഗർ കിടന്ന് ഹോണിംബെല്ല് അടിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ആ സിനിമയില് എനിക്ക് രസകരമായ. അപ്പൊ ആ ഒരു ശ്രീനിവാസൻ സാറുമായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട് നിങ്ങളെ സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യത്തില്, കുറെ പടങ്ങളിൽ അതുപോലെ തന്നെയാണ്. അപ്പൊ ആ ഒരു മൂവിയുടെ വിശേഷങ്ങൾ എങ്ങനെയാണ്? അതും അതേപോലെ ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലത്തീഫ്, PA ലത്തീഫ്, വിന്ധ്യൻ, രണ്ടുപേരും പ്രൊഡ്യൂസേഴ്സാണ്. ഇപ്പോൾ രണ്ടുപേരും മരിച്ചു. അവർ ഒരുമിച്ച് ചേർന്നിട്ട് ചെയ്തൊരു പടമാണ്. അവരാണ് എൻ്റെ അടുത്ത് ആദ്യം വന്നിട്ട് സിദ്ദീഖിൻ്റെ ഒരു കഥയുണ്ട്, ഡയറക്ടർ സിദ്ദീഖിൻ്റെ ഒരു കഥയുണ്ട്, കമലൊന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ ക്യാരക്ടറും പൈങ്കിളി നോവലിസ്റ്റും അത് സിദ്ദീഖ് പറഞ്ഞു തന്നെയാണ് ആ പേരും. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ശ്രീനിവാസനോട് എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖിന് ഡയറക്ഷൻ തിരക്കുള്ളതുകൊണ്ട് സിദ്ദീഖിന് സ്ക്രിപ്റ്റ് എഴുതാൻ നേരമില്ല. അപ്പോൾ ശ്രീനി ഫ്രീ ആണെങ്കിൽ അപ്പോൾ വിന്ധ്യനും ശ്രീനിയും നല്ല അടുപ്പമാണ്. കാരണം ശ്രീനിവാസൻ്റെ വടക്കു കേന്ദ്രത്തിൻ്റെ പ്രൊഡ്യൂസർ ഈ വിന്ധ്യനാണ്. അപ്പോൾ അവർ തന്നെ അപ്പോൾ വിന്ധ്യൻ പറഞ്ഞ് ഞാൻ ശ്രീനിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കമലിന് കഥ ഒക്കെ ആണെങ്കിൽ ശ്രീനി എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ സിദ്ദീഖും ഞാനും ശ്രീനിവാസനും കൂടി ഇരുന്നിട്ടാണ് അതിൻ്റെ ഈ സാഗർ കോട്ടപ്പുറത്തിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ കുറേ കാര്യങ്ങൾ ഹ്യൂമർ അവരുടെ സംഭവങ്ങളാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു സംഭവം വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ വന്നു കഴിഞ്ഞപ്പോൾ കഥ വേറൊരു വഴിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് പിന്നീട് എവിടെയും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരു ചെറിയ കൺഫ്യൂഷൻ ആ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ വന്നു. അത് ഞാനും ശ്രീനിയും കൂടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പക്ഷെ മോഹൻലാൽ അത് മറക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം ആദ്യത്തെ ദിവസം മുതൽ വെരി ഫസ്റ്റ് ഡേ മുതൽ ലാൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കിടുങ്ങി നിൽക്കുന്നത്. കാരണം ആദ്യമൊക്കെ നമുക്ക് സംശയം തോന്നിയായിരുന്നു. അതും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. കാരണം അന്ന് മോണിറ്റർ ഇല്ല. ഈ മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം കാണാൻ പറ്റില്ല. അപ്പോൾ ഷൂട്ട് ചെയ്യണ ക്യാമറയുടെ ബാക്കിൽ ഞാൻ നിൽക്കുന്നു, ഞങ്ങളെല്ലാവരും ക്യാമറയുടെ ബാക്കിൽ നിന്ന് മോഹൻലാൽ അഭിനയിക്കുന്നു. അപ്പോൾ ഇത് ലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിതൊരു മീറ്റർ പിടിച്ചിട്ടുണ്ട്, അത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് പറയണം, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറക്കാമെന്ന് പറഞ്ഞു. അപ്പം ലാലങ്ങ് അഴിഞ്ഞാടിയിട്ട് അവനിങ്ങനെ മറ്റേ നമുക്ക് ചോദിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ട് അങ്ങനെ സാധനമൊക്കെ കഴിഞ്ഞിട്ട് കാറിലെ സീൻ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതാണ് ആദ്യം എടുത്തത്. അതിനുശേഷം ഒരു വീട്ടിൽ വന്ന് ഗേറ്റിൽ വന്നിട്ട് ഇങ്ങനെ തട്ടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കൂടുതലാണോ എന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ ലാല് പറഞ്ഞു ഞാൻ ആ മീറ്ററിലാണ് കാറിലൊക്കെ വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ കമലൊന്നും പറയാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കുഴപ്പം, പിന്നെ അത് മുഴുവൻ നമ്മൾ റീടേക്ക് ചെയ്യേണ്ടി വരും. എനിക്കല്ലെങ്കിൽ പിന്നെ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആസ് എൻ ആക്ടർ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിയാണ്. പക്ഷേ എന്നാലും കൺഫ്യൂഷൻ. അപ്പോൾ ശ്രീനിവാസൻ വന്നപ്പോൾ ഞാൻ ശ്രീനി അടുത്ത ഷോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അടുത്ത ഷോട്ട് ശ്രീനി നോക്കിയപ്പോൾ ശ്രീനിയും ഇതേപോലെ പറഞ്ഞ് കുറച്ച് കൂടുതൽ തോന്നുന്നുണ്ടോ. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷനായി. കാരണം വെച്ചാൽ മോണിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നോക്കാം. ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് നമ്മുടെ ഒരു ഈ ടെക്നിക്കൽ ലിമിറ്റേഷൻസ് അതാണല്ലോ. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതുവരെ ഷൂട്ട് ചെയ്തത് ഏകദേശം ഒരു 3000 ഫീറ്റ് ഉണ്ട്. അന്ന് ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഫീറ്റിലാണ് പറയുക. 3000 അടിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ചെന്നൈക്ക് കൊടുത്തയച്ച് ചെന്നൈയിൽ അത് പ്രോസസ്സ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടാണ്
നമുക്കിത് കാണാൻ പറ്റും. പറ്റും. അത് ഡെവലപ്പ് ചെയ്ത് റഷസ് വെച്ചാൽ ഇപ്പോൾ പഴയ നെഗറ്റീവ് പ്രിൻ്റ് അടിക്കില്ല എന്ന് പറഞ്ഞവർ നെഗറ്റീവ് ഫിലിമിൽ നിന്ന് റഷസ് എന്നാണ് അതിന് പറയണത്. അത് പ്രിൻ്റ് ചെയ്ത് പോസിറ്റീവ് വരണം, സൗണ്ട് ഉണ്ടാവുകയില്ല, പിക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 2 ദിവസം വേറെ എടുക്കേണ്ടത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം വേറെ സീൻസ് ഷൂട്ട് ചെയ്ത്, അത്ര വലിയ പ്രശ്നങ്ങളില്ലാത്ത സീൻസ് ഷൂട്ട് ചെയ്ത്, കാരണം ഈ മീറ്ററിൻ്റെ കൺഫ്യൂഷൻ ഇല്ലാത്ത സീൻസ് ഷൂട്ട് ചെയ്ത്, മൂന്നാമത്തെ ദിവസം റഷസ് വന്നു. രാവിലെ തന്നെ ഞങ്ങൾ അവിടെ, അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണൂരാണ്. കണ്ണൂരുള്ളൊരു സാധാരണ തിയേറ്റർ, ഇന്നത്തെ മാതിരി മൾട്ടിപ്ലക്സ് ഒന്നും വന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു തിയേറ്ററിലിട്ടാണ് ഈ റഷസ് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം വെച്ചാൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടർ, ഞാനുണ്ട്, ശ്രീനിയുണ്ട്, മോഹൻലാലുണ്ട്, ലാലും വന്നിരുന്നു, ക്യാമറാമാൻ സുകുമാറുണ്ട്, ഞങ്ങളിരുന്ന് കാണും. അപ്പോൾ ലാലും പറഞ്ഞ് എനിക്ക് കണ്ടിട്ട് തീരുമാനിക്കണമെന്ന് വെച്ചിട്ടാണ് ലാലു വന്നത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാലു പറഞ്ഞ് കമലിന് എന്താ തോന്നി, ഞാൻ ഓക്കെയാണെന്ന്. അതായത് മീറ്റർ കറക്റ്റായിട്ട് തോന്നുന്നു. അപ്പോൾ അതാണ് മോഹൻലാൽ. ലാലിന് സ്ക്രീനിൽ എന്ത് വരണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പുള്ളിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഡയറക്ടർ ഓക്കെ ആവണമല്ലോ. അതുകൊണ്ടാണ് എന്നോട് പുള്ളി എന്നിട്ട് പറയുകയും ചെയ്തു, ലാല് എനിക്കിത് ഓക്കെ ആയിരുന്നു കമല, പിന്നെ ഡയറക്ടർക്ക് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ റഷസ് കണ്ടിട്ട് ബോധ്യപ്പെടണം എന്നുള്ള രീതി. അത് തന്നെയാണ് ഈ കോളിംഗ് ബെല്ല് അടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് ഈ കോളിംഗ് ബെല്ല് സീനൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം അത്രയും എന്താ പറയുക മീറ്റർ കൂടിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത്. അങ്ങനെ കുറേ അനുഭവങ്ങൾ. ഇപ്പൊ ഈ സാർ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജി അപ്ഗ്രഡേഷൻ ഇല്ല, മോണിറ്ററിംഗ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ സാർ ഒരുപാട് നല്ല അടിപൊളി വിഷ്വൽസ് ഓരോ പടത്തിലും എന്താ പറയുക ഉപ്പെടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് സാറിന്റെ ഫസ്റ്റ് ഇമാജിനേഷനിലൂടെ എങ്ങനെയൊക്കെയാ അത് കൊണ്ടുവരുന്നതും കാര്യം? അല്ല, അത് എൻ്റെ മാത്രം എടുക്കല്ലോ. ഇപ്പൊ സിനിമ അങ്ങനെ ആയിരുന്നല്ലോ അന്ന്. കാരണം നമുക്ക് മുമ്പുള്ള ആൾക്കാർ, ഇപ്പോൾ ഭരതനും സേതുമാധവൻ സാറ്, പി എൻ മേനോൻ, ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അതിനു മുമ്പ് എത്രയോ സംവിധായകർ, ഇപ്പോൾ എൻ്റെ കണ്ടംപററി ആയിട്ടുള്ള എത്രയോ ആൾക്കാർ, ഇപ്പോൾ ജോഷിയേട്ടൻ മുതൽ ഹരിഹരൻ സാർ മുതൽ പ്രിയൻ മുതൽ ഫാസിൽ, എല്ലാവരും, സത്യൻ, സിബിയോടൊക്കെ എല്ലാം ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ മോണിറ്റർ ഒന്നും ഇല്ലാണ്ടല്ലേ. ഞങ്ങൾക്ക് ശേഷം വന്നു. ഇപ്പോൾ ലാൽ ജോസ് അടക്കമുള്ള ആൾക്കാരൊന്നും ആദ്യകാലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ മോണിറ്റർ ഇല്ലല്ലോ. അപ്പോൾ അന്ന് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ ഒരു ശീലം വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, ആർട്ടിസ്റ്റുകൾക്ക് ധാരണയുണ്ട്, അവർ ചെയ്യുന്ന പെർഫോമൻസിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്, അതിൽ കൺഫ്യൂഷൻ ഇല്ല. കാരണം മോഹൻലാലായാലും മമ്മൂട്ടിയായാലും മറ്റേത് ആർട്ടിസ്റ്റായാലും അവരഭിനയിക്കുമ്പോൾ അവർക്കറിയാം ഈ കഥാപാത്രത്തെ ഞാൻ ഇങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, അവതരിപ്പിക്കുന്നു. പിന്നെ നമ്മളെ സമയത്ത് ആസ് എ ഡയറക്ടർ ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ റിഹേഴ്സൽ സമയത്തൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ വ്യൂ ഫൈൻഡറിൽ കൂടി നോക്കും. അതിനുശേഷം ക്യാമറാമാനാണല്ലോ ഇത് കാണുക. ക്യാമറയിൽ കൂടി കാണുന്നത് ക്യാമറാമാൻ മാത്രമാണ്. നമ്മൾ തൊട്ട് ബാക്കിൽ നിൽക്കുക. ബാക്കിൽ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഫ്രെയിം ആയിരിക്കും, അതിനപ്പുറത്തൊന്നും നമ്മൾ കാണുന്നുണ്ടാവില്ല. അതെല്ലാ ഡയറക്ടർമാരും അങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഫ്രെയിം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ഞാൻ അത് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എന്ത് നടക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാലോ ഏതെങ്കിലും ഒരാൾ ക്യാമറയിലേക്ക് പെട്ടെന്ന് കയറി വരികയോ ഒക്കെ ചെയ്യാലോ. ഇപ്പോൾ പുറത്ത് റോഡിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, അതൊക്കെ നമുക്ക് പെട്ടെന്ന്, അതാണ് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവരോട് കൈയോട് ഇങ്ങനെ കാണിക്കും, എന്ന് വെച്ചാൽ അവൻ കയറി വരാൻ സാധ്യതയുണ്ട്, അവനെ മാറ്റുന്നതായിരിക്കും ഈ ആക്ഷൻ കാണിക്കുന്നത്. അത് മനസ്സിലാക്കണം അവർക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ അയാൾ കയറി നടന്ന് വന്ന് ചിലപ്പോൾ ക്യാമറ നോക്കുകയും അപ്പോൾ അത് പെട്ടെന്ന് അയാളെ പിടിച്ച് മാറ്റും അവർ. ഇതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഫ്രെയിം നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് ഡയറക്ടർമാർക്ക് അന്ന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം എന്തായിരിക്കും സ്ക്രീനിൽ വരുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷോട്ട് കഴിഞ്ഞ്, ഞാനല്ല എല്ലാ ഡയറക്ടർമാരും ഷോട്ട് കഴിഞ്ഞ് കട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. നമ്മളാകെ ചോദിക്കുന്നത് ക്യാമറാമാനോടാണ്, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത്. അതിന് ഫോക്കസ് ഓക്കെ ആണോ അല്ലെങ്കിൽ ഫ്രെയിമിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ക്യാമറാമാനോട് ചോദിക്കണത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അല്ലാതെ ആർട്ടിസ്റ്റിനോട് ചോദിക്കാറില്ല. ആർട്ടിസ്റ്റ് നമ്മുടെ അടുത്തും ഡയറക്ടർക്ക് ഓക്കെ ആണെങ്കിലും ഓക്കെ ആണെന്ന് പറയാമെന്നല്ലാതെ, ഇപ്പം എന്ന് വെച്ചാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാലോ, ഇന്നെല്ലാവരും മോണിറ്റർ ഒന്ന് നോക്കും, ആക്ടർ ഒന്ന് നോക്കും, ക്യാമറാമാൻ നോക്കും, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വഴി കൂടി പോണ ചായ നമുക്ക് തരുന്ന ആൾക്കാർ വരെ മോണിറ്ററിൽ നോക്കും. അവർക്ക് എല്ലാവരും തൃപ്തിയായാലും മാത്രമേ നമ്മൾ ഷോട്ട് ഓക്കെ ആക്കുള്ളൂ. അന്നത് നിവൃത്തിയില്ല, നമുക്കതിന് പറ്റൂല, അതിനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നിരുന്ന അതാണ്. ഈ ഡിജിറ്റൽ വന്നതിന് ശേഷമുള്ള ഇതൊക്കെ മാറിയത്. അല്ല, സാറിന്റെ അഭിപ്രായത്തിൽ ഇപ്പം എല്ലാവരും മോണിറ്ററിംഗ് നോക്കി ഓരോരുത്തരുടെയും നമ്മൾ അനുവാദം അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അല്ലെങ്കിൽ റീടേക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണോ നല്ലത് അതോ സാറൊക്കെ പണ്ട് ചെയ്ത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആക്ടർക്ക് ചിലപ്പോൾ അയാളുടെ സജഷൻ ഉണ്ടെങ്കിൽ പറയാം, മനസ്സിലായില്ലേ, കാരണം അയാൾക്ക് അഭിനയിച്ചതിൽ രണ്ടാമത് കിട്ടണമെന്ന് പറയാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു 10 പേരുടെ അഭിപ്രായം ചോദിച്ചാൽ എന്ത് കാര്യത്തിനും 10 അഭിപ്രായമാണ്, നമുക്കറിയാലോ. ഈ കാര്യം മാത്രമല്ലല്ലോ, എന്ത് കാര്യത്തിനും 10 അഭിപ്രായമാണ്. പക്ഷെ അതിലൊരു ഡിസിഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡയറക്ടറാണല്ലോ. ഡയറക്ടർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, അതിൽ പിന്നെ നമ്മൾ വേറെ ആളെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് മോണിറ്റർ ആയാലും ശരി ഈ സ്പോട്ട് എഡിറ്റിങ്ങിലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ്. സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ കണ്ടിന്യൂറ്റി നോക്കാനും
മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ലാതെ ഈ ഷോട്ട് അങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് ആർട്ടിസ്റ്റൊക്കെ തന്നെ ചിലപ്പോൾ പലപ്പോഴും പറയണം നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നും അവരുടെ പണിയല്ല, അതിന് എഡിറ്ററുണ്ട്. ഇപ്പോൾ സ്പോട്ട് എഡിറ്റർ എന്ന് പറയുമ്പോൾ ആ എഡിറ്ററല്ല ഫൈനൽ എഡിറ്റ് ചെയ്യണം, അത് വേറെ ആളാണ്, മനസ്സിലായില്ല. അപ്പോൾ അയാളുടെയും കൂടി ഡയറക്ടറും കൂടി ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പോട്ട് എഡിറ്റർ ചിലപ്പോൾ അയാളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനൊന്ന് സ്പോട്ട് എഡിറ്റർ അങ്ങ് നോക്കാറില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യിച്ചിട്ട് നമ്മൾ കണ്ട് നോക്കാമെന്നല്ലാതെ എഡിറ്റ് ചെയ്ത സാധനം ആർട്ടിസ്റ്റുകളെ കാണിക്കാറില്ല അധികം. പിന്നീട് ആർട്ടിസ്റ്റുകളുടെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണിച്ചു കൊടുക്കാറുണ്ട് സ്പോട്ട് എഡിറ്റ് ചെയ്ത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, നമ്മൾ ഒരു ഡയറക്ടർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10 പേര് അഭിപ്രായം പറയും. ഈ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഷൂട്ടിംഗ് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അത് തന്നെയാണ് പ്രേക്ഷകനെ സംബന്ധിച്ചോളം ഒരു പരിധി വരെ എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉള്ള ഒരു പ്രശ്നം അതാണ്. ഇപ്പോൾ ഒരു ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ഒരു ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ പോർട്രേറ്റ് ചെയ്ത ക്യാരക്ടർ നന്നായി ചീത്തയായി എന്നുള്ളത് അവർക്ക് മൊത്തം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പറയാം. അല്ലാണ്ട് പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന റിവ്യൂ ചെയ്യുന്നവർ പറയുന്നത് കാണുമ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു മുൻവിധിയോടുകൂടിയാണ് ഓരോരുത്തരെ സമീപിക്കുന്നത്. ഒരു കഥാപാത്രത്തിന് ഇന്ന ആൾ ഇന്നത് ചെയ്യണം എന്നുള്ള മുൻവിധിയോടുകൂടി സമീപിച്ചിട്ട് അതിനോട് ഒപ്പം എത്തിയില്ല, അല്ലെങ്കിൽ അയാൾ ഫാന്റാസ്റ്റിക് ആയി എന്നൊക്കെ പറയണത് ആ മുൻവിധി വെച്ചിട്ടാണ്. ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആ മുൻവിധികൾ ഉണ്ടാവാതെ ക്യാരക്ടറിനെ കാണാമെന്നുള്ളതാണല്ലോ നമ്മൾ പ്രേക്ഷകന്റെ ഒരു ഉത്തരവാദിത്വം. ഇപ്പൊ നമ്മൾ റിവ്യൂ കേട്ട് മൂവീസ് എന്തായാലും നമുക്കൊരു കൺഫ്യൂസിങ് പല എനിക്ക് തോന്നാറില്ല. കാരണം ചിലര് നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നന്നായിട്ട് തോന്നിയില്ല എന്ന് തോന്നാറുണ്ട്, തിരിച്ചു നന്നായിട്ടുണ്ടല്ലോ അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ അത് അവരുടെ മാത്രം താല്പര്യങ്ങളാണ്. മുമ്പെന്ന് പറഞ്ഞാൽ റിവ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഒരു വാക്കാണല്ലോ സ്പോയിലർ എന്ന് പറഞ്ഞാൽ. ഈ സ്പോയിലർ എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ റിവ്യൂ ചെയ്യണമെങ്കിൽ മൊത്തം കാര്യങ്ങൾ പറയണം, എന്തിനു സ്പോയിലർ? മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ആദ്യത്തെ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ലോകത്തെ എല്ലാവർക്കും കഥ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പം നിങ്ങളിപ്പോൾ സിനിമ കണ്ടിട്ട് വന്നിട്ട് ആദ്യത്തെ ഷോ കണ്ടിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും കഥ പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് പറഞ്ഞൂടെ? അപ്പോൾ ആരെങ്കിലും അതിന് തടയുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്, ഇത് ഇന്നതാണ് സംഭവം, കഥ ആ കഥ ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്, ആ പ്രസൻറ്റ് ചെയ്തത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ റിവ്യൂ ആവുള്ളൂ. ഈ മറ്റേത് അത് ആവുന്നില്ല. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഥാപാത്രങ്ങളുടെ പേര് പറയും, ആർട്ടിസ്റ്റുകളുടെ പേര് പറയും, അവർ നന്നായി ചീത്തയായി എന്ന് പറയുന്നതല്ലാണ്ട് ഒരു സ്ക്രീൻ പ്ലേ എങ്ങനെ കൊണ്ടുപോയി അതാണ് റിവ്യൂ എന്ന് പറയുന്നതാണല്ലോ. അത് ഡയറക്ടർ എങ്ങനെ ട്രീറ്റ് ചെയ്തു, അതിൽ വന്നിട്ടുള്ള പാളിച്ചകൾ എന്താണ്, അതുകൊണ്ട് മൊത്തം സിനിമ മോശമായി അല്ലെങ്കിൽ നന്നായി എന്ന് പറയുമ്പോഴാണ് അതിന് റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പം അവർ തന്നെ പറയുന്നത് റിവ്യൂ അല്ല, ഞങ്ങളുടെ ഇഷ്ടം പറയുന്നു എന്നുള്ളതുകൊണ്ട് പറയുന്നതുകൊണ്ട് നമുക്ക് വിരോധമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ സ്പോയിലർ എന്ന് പറഞ്ഞിട്ട് പലതും പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇപ്പം ഷൂട്ടിംഗ് ഒക്കെ നടത്താൻ ഇപ്പം അങ്ങനെ വലിയ ക്രൗഡഡ് ഒന്നും ആവത്തില്ല. കാരണം ഇപ്പം ആക്ടേഴ്സ് ആയാലും സജീവമാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന വ്യക്തികളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ സാറിൻ്റെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവരെ കാണാൻ ബസ് വിളിച്ച് അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ വരുന്നവരും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ സാർ ഒരു അനുഭവം പങ്കുവെക്കണ്ടേ? കൊടുങ്ങല്ലൂർ വരെ സാറിൻ്റെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തതും ആ ഒരു അനുഭവം പറയാമോ? അയ്യോ, അത് കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അന്ന് കേരളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഷൊർണൂരായിരുന്നു. ഷൊർണൂർ, ഒറ്റപ്പാലം ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അറിയാലോ, ഒരു കാലഘട്ടത്തിൽ സിനിമ മുഴുവൻ അവിടെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ താരങ്ങളെയും അവിടുത്തെ ആൾക്കാർ കണ്ട് അവർക്ക് ശീലമായിട്ട് അപ്പോൾ വലിയ ക്രൗഡ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പുതിയൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡായിരുന്നു. അങ്ങനെയായിരുന്നു കൊടുങ്ങല്ലൂർ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ നാടായതുകൊണ്ട് തന്നെ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എൻ്റെ നാട്ടിലല്ലേ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് പാവമ്പാൻ രാജകുമാരൻ കൊടുങ്ങല്ലൂർ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര ആളായിരുന്നു. റോഡിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒന്നാമത് രാവിലെ ഈ മറ്റേ പീക്ക് അവറിലൊക്കെ കംപ്ലീറ്റ് തിരക്ക് റോഡിൽ ആൾക്കാരില്ലേ, ഇവരോട് മാറാൻ പറഞ്ഞാൽ അവർ മാറുമോ? അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് നമ്മുടെ ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടായിട്ടൊക്കെ ഉണ്ട് പലരോട്. നാടാണെന്നുള്ള രീതിയിൽ ചില പരിചിത മുഖങ്ങളോടൊക്കെ മാറിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വിഷമമായി, കാരണം ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഫ്രണ്ടായുള്ള അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില മറക്കാൻ പറ്റാത്ത വേറൊരു അനുഭവമുള്ള വേറെ സിനിമയിലെ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യാം. ജയറാം മഞ്ജുവാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്, ഞങ്ങൾ കൃഷ്ണകുടി റെയിൽവേ സ്റ്റേഷനായിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങളത് സെറ്റിട്ട് അത് വലിയ സ്റ്റേഷനാക്കി ട്രെയിൻ വാടകയ്ക്ക് എടുത്തിട്ട് ഒരാഴ്ച ഷൂട്ടിങ്ങാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കാറൊക്കെ നമ്മുടെ വീട്ടിലെ കാറ് ഓടിക്കുന്ന മാതിരിയാണ് ട്രെയിൻ ഓടിച്ചിരുന്നത്. അങ്ങോട്ട് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു.
ഈ ഷൂട്ടിംഗ് നടക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗങ്ങളിലൊന്നും അന്ന് ഷൂട്ടിംഗ് നടന്നിട്ടില്ല. അങ്ങാടിപ്പുറം, ഈ മലപ്പുറം ആ ഏരിയയിലൊന്നും അധികം ഷൂട്ടിംഗ് നടന്നിട്ടില്ല. നിലമ്പൂർ ഭാഗങ്ങൾ അവിടെ നിന്നൊക്കെ ട്രക്കറിനും വണ്ടികളിൽ വിളിച്ചിട്ട് ക്രൗഡ് ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടേ ഭയങ്കര. അന്ന് മറ്റേ ജയറാമും മഞ്ജു വാര്യരും വലിയ നായികയാണല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ബിജു മേനോനൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഭയങ്കര ആളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ക്രൗഡാണ്. അപ്പോൾ നമ്മൾ ഈ ഷോട്ട് എടുക്കുമ്പോൾ ഈ ക്രൗഡിനെ മുഴുവൻ മാറ്റാന്നുള്ള ഒരു ജോലിയല്ലേ. അപ്പോൾ റോപ്പൊക്കെ കെട്ടിയിട്ട് ഇന്നത്തെ മാതിരി നമ്മൾ ഈ ഇന്നൊക്കെ സെറ്റിൽ കണ്ടിട്ടുണ്ടാവും കുറേ ആൾക്കാരുണ്ടാവും അല്ലേ, ഈ ബൗൺസേഴ്സൊക്കെ ആളെ മാറ്റാനൊക്കെ ഇടാം. അന്ന് ആ പരിപാടിയൊന്നുമില്ല. പോലീസിനെയാണ് നിർത്തുക. പോലീസുകാർ ആൾക്കാരോട് മാറാൻ പറയുമ്പോൾ ആൾക്കാരുടെ സ്വഭാവം മാറും. അപ്പോൾ അതിനോട് കുറേ കാസ്റ്റിംഗ് ഡയറക്ടർമാരെയും പിന്നെ നമ്മളെ പ്രൊഡക്ഷനിലെ പിള്ളേരുടെയൊക്കെ ജോലിയാണ് ഈ ആളെ മാറ്റൽ. അങ്ങനെ ആളെയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഓരോ ഷോട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ടോയ്ലറ്റ് ഇല്ല, വാഷ്റൂം ഇല്ല, നമുക്ക് വേറെ ഒരു സൗകര്യമില്ല. ജയറാമിനാണെങ്കിൽ എന്താ പറയുക, യൂറിനിൽ പോകാനായിട്ട് ഭയങ്കര പ്രശ്നമായി. വാഷ്റൂമിൽ പോകാനായിട്ട് ഒരു മാർഗ്ഗമില്ല. ആ ഉള്ള ഒരു സ്റ്റേഷൻ മാസ്റ്റർ ചെറിയൊരു കിളിക്കൂട് വെള്ള മുറിയാണ്. ആ കിളിക്കൂട് വെള്ള മുറിയിൽ അത് സ്റ്റേഷൻ മാസ്റ്റർ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറി വേറെ സെറ്റ് ഇട്ടേക്കുക. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ സെറ്റിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവസാനം ജയറാം ചെന്നിട്ട് ഈ സ്റ്റേഷൻ മാസ്റ്റർ എടുത്ത് കാല് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണം, ഒന്ന് ജനലൊക്കെ ഒന്ന് അടച്ചു തരാം. ഈ മറ്റേ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടല്ല, ബോട്ടിൽ പുള്ളി കാര്യം സാധിച്ചിട്ട് അവിടെ മൂലക്ക് വെച്ചിട്ട് പോന്നു. ഇത് കഴിഞ്ഞിട്ട് ആരോ വന്നിട്ട് ഇത് വെള്ളം വെച്ചിട്ട് എടുത്ത് കുടിക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്, പക്ഷെ ഭാഗ്യത്തിന് ആരോ കണ്ടു. അപ്പൊ ജയറാമിനോട് ഇങ്ങനെ ഓടി ചെന്നിട്ട് ഇത് നമുക്ക് പറയുമ്പോൾ ഒരു ചെറിയ ചളിപ്പാണ്, പക്ഷെ എന്നാൽ പോലും അങ്ങനെ സംഭവം. അപ്പൊ ജയറാം പറഞ്ഞു, ഞാൻ എവിടെ പോവും ഇത്. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ക്യാരവൻ ഉണ്ടാവും. അതാണ് പറഞ്ഞത്, ക്യാരവൻ ഇല്ലാത്തൊരു കാലത്തെ പ്രശ്നമാണ്. ഇന്നിപ്പോൾ ഒരു പ്രശ്നങ്ങളില്ലല്ലോ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ആണെങ്കിൽ കാർ എടുത്തിട്ട് ജയറാം ഹോട്ടലിൽ പോയിട്ട് തിരിച്ചു വരണം. അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ജയറാമിൻ്റെ അടുത്ത് കാർ എടുത്ത് പോകും. മഞ്ജുവൊക്കെ അങ്ങനെ ചെയ്തു, വേറെ സ്ത്രീകൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ കാർ എടുത്തിട്ട് ഹോട്ടലിൽ പോയി തിരിച്ചു വരും. പക്ഷെ ജയറാം പറഞ്ഞ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ചെയ്ത ഇതാണ്. പക്ഷെ പിറ്റേ ദിവസം മുതൽ ജയറാം കാർ എടുത്ത് പോയിട്ട് ഞങ്ങളൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് അന്നത്തെ കാലത്ത് ഈ ക്യാരവനില്ലാത്ത. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ പറയുന്ന വലിയൊരു പ്രശ്നമാണല്ലോ ഈ ക്യാരവനിൽ. എല്ലാവർക്കും ക്യാരവൻ വേണം, ഡ്രസ്സ് മാറ്റണം. അന്നത്തെ കാലത്ത് ഡ്രസ്സ് മാറ്റിയതൊക്കെ ശരി തന്നെയാണ്. ഈ മരത്തുമ്മ തുണി കെട്ടിയിട്ട് മറച്ചിട്ട് ഒക്കെ നിന്നിട്ട് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സിനിമകളിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ശോഭനയൊക്കെ ചെയ്തിട്ടുണ്ട്. മഴയത്തുമ്പേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധോണി എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് മലമ്പുഴയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് സോങ്ങൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. അവിടെ വേറെ ഒരു സൗകര്യമില്ല, ഒരു കയറി നിന്നിട്ട് ഡ്രസ്സ് മാറ്റാൻ തരില്ല. അപ്പം പക്ഷേ ഇതിന് അവിടെ ഒരുപാട് ക്രൗഡൊന്നുമില്ല. ഞങ്ങൾ യൂണിറ്റിലെ ആൾക്കാരും കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ. പക്ഷെ ശോഭന പറഞ്ഞ് ഞാനിവിടെ മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ശോഭനയുടെ ആയയും ഡാൻസ് മാസ്റ്ററും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി സ്ത്രീയാണ്. അവർ നേരെ അങ്ങ് പോയിട്ട് തുണി വെച്ച് മറച്ചിട്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് സാരി മാറ്റിയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ ഷോട്ട് എടുത്ത്. ഇന്നിപ്പോൾ നമുക്ക് ആരോടും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മൊബൈൽ ഫോൺ ഇരിക്കുന്നത്, ക്യാമറ ഇരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ കാലത്ത് അത് പറ്റില്ല. അതുകൊണ്ട് ക്യാരവൻ വന്നു, എല്ലാവരും അത് ഇത് ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് അങ്ങനെ ചെയ്തില്ല, അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തെന്നുള്ളൊരു വലിയ കുറ്റമായിട്ട് പറയുമ്പോൾ പ്രൊഡ്യൂസർമാർ ആ ഫെസിലിറ്റീസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നത് വെച്ചാൽ ഇപ്പം അന്ന് ശോഭന പറയാം, ഞാൻ റൂമിൽ പോയിട്ട് മാറ്റി വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല, പ്രൊഡ്യൂസർക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് 1 മണിക്കൂറുണ്ട് ഹോട്ടലിലേക്ക് പോകാനായിട്ട്, തിരിച്ചു വരാൻ 1 മണിക്കൂറുണ്ട്. പിന്നെ ഡ്രസ്സ് മാറാനായിട്ട് 1/2 hour എടുത്ത് 2.5 മണിക്കൂർ പോകും, ഉറപ്പായിട്ട് പോകും. അപ്പോൾ സോങ് തീരില്ല. സോങ് എടുത്തോളൂ, മറ്റേ എന്തിനു വേറെ സൂര്യ എന്നുള്ള സോങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. മഴയത്തുമ്പയിൽ അതിലെ മമ്മൂട്ടി ശോഭനയുള്ള സോങ് എടുക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അല്ല, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പല സിനിമകളിലും പല ആൾക്കാരും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ലൊക്കേഷനിൽ നിന്നിട്ട് ഡ്രസ്സ് മാറിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ അത് വലിയൊരു കുറ്റമായിട്ട് പറയുന്നു, അവരെ കൊണ്ട് അങ്ങനെ മാറ്റിച്ചു പറഞ്ഞിട്ട്. പക്ഷെ അവർക്കതൊരു പരാതിയായിട്ട് ഒരു ആർട്ടിസ്റ്റും, പഴയ ജനറേഷനിൽ ഒരു ആർട്ടിസ്റ്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല, അത് സത്യമാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലത്ത് ഇപ്പോൾ മൊബൈൽ ക്യാമറ വന്നതിന് ശേഷം നമുക്കത് ചെയ്യാൻ പാടില്ല, അത് ക്രൈമായിട്ട് മാറുകയും ചെയ്യും, അത് യാതൊരു സംശയമില്ല. പക്ഷെ സിനിമയുടെ പാരമ്പര്യം അങ്ങനെ ആയിരുന്നു എന്നുള്ള കുറ്റമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു 2004 ആ കാലഘട്ടത്തിൽ ഒരു ഡിഫറെന്റ് പ്ലോട്ട് ആയിട്ടാണ് മലയാള പ്രേക്ഷകരുടെ മുന്നിലേക്ക് സാർ എത്തിയത് അല്ലേ, മഞ്ഞ് പോലെ ഒരു പെൺകുട്ടി. അപ്പൊ ആ ഒരു എന്താ പറയാ, സാറിന് ഒരു ടാഗ് ലൈൻ തന്നെ ഞങ്ങൾ മലയാള പ്രേക്ഷകർ എന്നേക്കുന്ന പ്രണയ സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിലാണ് ഞങ്ങൾ സാറിനെ കാണുന്നത്. പക്ഷെ അത് കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ സാറിന് എപ്പോഴെങ്കിലും ഡൗട്ട് ചെയ്തായിരുന്നു, ഇത് അക്സെപ്റ്റ് ചെയ്യൂ, എന്നിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നോ? അല്ല, അത് പേടിയുണ്ടായിരുന്നു, സത്യമാണ്. പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ അഭിനയിക്കുന്നു. പക്ഷെ അന്ന് ഞാൻ ആലോചിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇന്നിപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്ററാണ്. കാര്യം ഈ ചൈൽഡ് അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ എല്ലാവർക്കും അതിനെക്കുറിച്ച് എല്ലാവരും കോൺഷ്യസ് ആണ്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ 2004 ഇത് ചെയ്യണ സമയത്ത് നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അങ്ങനെ വീടിൻ്റെ അകത്ത് നടന്നാലും ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ പുറത്ത് പറയില്ല, പേടി നാണക്കേടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇത് ഒരുമിച്ചിരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണാനായിട്ട് സ്ത്രീകൾക്കൊക്കെ മടിയായിരുന്നു. അതായിരുന്നു എന്നോട് സിനിമ കണ്ടിട്ട് പലരും പറഞ്ഞത് തന്നെയാണ്, ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല സിനിമയിൽ. അങ്ങനെയൊക്കെ നടക്കുമായിരിക്കും ജീവിതത്തിൽ, പക്ഷേ അതൊരു സ്ക്രീനിൽ കാണാനായിട്ട് ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാനായിട്ട് നമുക്ക് മടിയാണ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ വിചാരിച്ച മാതിരി ഒരു കളക്ഷൻ ഇല്ലാതെ പോയത്. പക്ഷെ ഞങ്ങൾ ആ സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് ആലോചിച്ചത്. കാരണം ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം ആ കുട്ടി പ്ലസ് ടുവിന് പഠിക്കുന്ന ആ കുട്ടിയുടെ കൂട്ടുകാരായിട്ട് ചേർന്ന് നിന്നിട്ട് ഇയാൾക്കെതിരെ റിവോൾട്ട് ചെയ്യാൻ ശ്രമിക്കും, ഇയാളെ കൊല്ലാൻ തീരുമാനിക്കും. അത് ഇന്നത്തെ കാലത്തെങ്കിലും നമുക്ക് കുറച്ചുകൂടി കോമൺ ആയിട്ട് തോന്നും, കുട്ടികൾ കൊല്ലാനൊക്കെ ആയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തോന്നില്ല. പക്ഷെ അന്നത് വലിയ സംഭവമാണ്. അതിനുവേണ്ടി അവരുടെ ബുദ്ധിയിൽ തോന്നുന്നതാണ് തോക്കുക. അപ്പോൾ അതിന് അവർക്ക് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴാണ് ഈ ലാലു അലക്സിന്റെ ക്യാരക്ടറിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ. അയാൾ ചെയ്യണതായാലും കുറച്ച് വിഡ്ഢിയായതുകൊണ്ട് കൂടിയാണ്. പക്ഷെ അങ്ങനെ ഒരു കഥ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ പേടിച്ച് കരഞ്ഞ് മാറി നിൽക്കുക, അല്ലെങ്കിൽ കുട്ടി സൂയിസൈഡ് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്തത്, അല്ലെങ്കിൽ ബോൾഡായിട്ട് അതിനെ ഇത് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ബോൾഡ്നെസ് അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്നായിരുന്നെങ്കിലോ അത് ഭയങ്കര ഒരു സംഭവമാണെന്ന് പറഞ്ഞാലേ അതാണ് ആ സിനിമക്ക് പറ്റുക. അപ്പം ഞാൻ ചില സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രശ്നം പറ്റിയിട്ടുണ്ട്. കാരണം കാലത്തിന് മുമ്പേ ചെയ്യാന്ന് പറയില്ല. ഇപ്പം മഞ്ഞുപോലൊരു കുട്ടി അങ്ങനെ ഒരു സിനിമയായിരുന്നു. അപ്പോൾ പേര് പോലും ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു പേര് മഞ്ഞുപോലൊരു കുട്ടി നമ്മൾ പേരിട്ട്. കലൂർ രഘുമാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. കാരണം അതൊരു കുറച്ച് പ്രോഗ്രസീവ് തോട്ടാണ്. ആ പ്രോഗ്രസീവ് തോട്ടായിട്ട് നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നത്. അത് ഓടിയാൽ മതി. പക്ഷെ നമുക്കത് കളക്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച്. കാരണം നല്ല കാശ് ചിലവാക്കിയിട്ട് എടുത്തൊരു പടമാണത്. എന്നാൽ നമ്മൾ പാരീസിൽ പോയിട്ടാണ് സോങ് ഒക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ റിച്ച് ആയിട്ട് അവർ ഹിന്ദി ഇതാണ്, നോർത്ത് ഇന്ത്യനാണ്. അമൃത സുരേഷ് അങ്ങനെ എന്തോന്ന് പേര്. അവരാണ് ഈ പണ്ട് അന്ന് പോപ്പി കൊട എന്ന് പറഞ്ഞിട്ട്, പോപ്പി കൊടയിലെ കുട്ടിയാണത്. പോപ്പി കൊട ആഡിലെ കുട്ടിയാണ്, ആഡിൽ അഭിനയിച്ചിരുന്ന കുട്ടിയായിരുന്നു അവർ. അപ്പോൾ അത് ഭയങ്കര പോപ്പുലറായിരുന്നു അന്ന് ആഡ്. പിന്നെ അവർ ബോംബെയിൽ കുറേ ആഡിലൊക്കെ അഭിനയിച്ചു, ഈ കാഡ്ബറീസിൻ്റെ ഒക്കെ ആഡിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അതും ഇതേപോലെ ഓഡീഷൻ നടത്തിയിട്ട് കുറേ കുട്ടികളൊക്കെ. അപ്പം നമ്മൾ സാധാരണ നിലയ്ക്ക് എല്ലാവരും ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി ലുക്കുള്ളൊരു പെൺകുട്ടി. അപ്പം എനിക്ക് പക്ഷെ എൻ്റെ മനസ്സിൽ അത് അങ്ങനത്തെ ലുക്കുള്ളൊരു പെൺകുട്ടിയല്ല. കാരണം എന്നാലും ഈ ക്യാരക്ടർ അങ്ങനെ വർക്ക് ആവുള്ളൂ എന്നുള്ള തോന്നലാണ്. ആ കുട്ടിയുടെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, ചിരിയായാലും ഭയങ്കര ഇന്നസെൻസ് ഒക്കെ ഉള്ള അങ്ങനെ ഒരു ഫ്ലഷി ആയിട്ടുള്ള കുട്ടിയല്ല. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഫ്ലഷി അല്ലാത്തൊരു കുട്ടിയോട് അങ്ങനെ ഒരു ആൾക്ക്, ഒരു പുരുഷന് അങ്ങനെ ഒരു ഇത് തോന്നുമോ? ഇപ്പോഴത്തെ കാലത്ത് അതുണ്ട്. ചെറിയ കുട്ടികൾ 6 മാസം പ്രായമുള്ള കുട്ടികളോട് ചെയ്യുന്ന ഒരു കാലത്താണ് അതാണ് ഞാൻ പറയുന്നത്. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു പരാതി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ചില സിനിമകളും കഥകളൊക്കെ നമ്മൾ ചെയ്തതാണ് അത്. അതുപോലെ തന്നെയാണ് പലരും പറയുന്ന വേറൊരു സിനിമയുണ്ട്, ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് എന്നോട്. അത് കാലത്തിന് മുമ്പ് വന്നൊരു സിനിമയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ സിനിമ കണ്ടപ്പോൾ അതൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്ലോട്ടായിട്ടൊക്കെ ആൾക്കാർ തോന്നി. ഹാർട്ട് മാറ്റിവെക്കേ എന്നുള്ള സംഭവം ചില ഇന്ത്യയിൽ അന്ന് ഹാർട്ട് മാറ്റി വെച്ച സംഭവം ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം അറ്റംപ്റ്റ് ചെയ്തത് ഫെയിലിയറായി. ലോകത്ത് അന്ന് ആരും ജീവിച്ചിരിപ്പില്ല. ഹാർട്ട് മാറ്റി വെച്ചിട്ട് 2 വർഷം 2.5 വർഷമായിട്ട് ഒരാൾ ജീവിച്ചിരുന്നിട്ട് അത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് 10-20 വർഷം ജീവിച്ച ആൾക്കാരൊന്നും അന്ന് നിലവിലില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ കാലത്ത് ഹാർട്ട് മാറ്റി വെച്ചിട്ട് അയാളെ മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ളതാണ് ആ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. അത് വെച്ചാൽ ജയറാമിൻ്റെ ഹാർട്ട് എടുത്തിട്ട് മുകേഷിന് വെക്കുന്നു. മുകേഷിനും ജയറാമിനും കാണാം. അതാണല്ലോ സംഭവം. അതിൻ്റെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ ആലോചിച്ച് അത് ഒരു ത്രില്ലറായിട്ടാണ്, പിന്നെ ഒരു കൊലപാതകമായിട്ട് ബന്ധപ്പെടുത്തിട്ട് സായികുമാർ വില്ലനായിട്ട് ആ ഒരു സിനിമ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ഇതാണ്. പക്ഷെ എന്നിട്ട് ഓടിയ പടം. പക്ഷെ എന്നാലും കുറേ വിമർശനങ്ങൾ ഞാൻ കേട്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വിമർശനമാണ് അത് പറയണം. എങ്ങനെ ചില ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാന വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതത്തിന് നിഴലുണ്ടാവുമെന്നാണ് ചോദിച്ചത്. ശരിയാണ്. ആ പടം കണ്ടിട്ട് മനസ്സിലാവും, ജയറാം നടക്കുമ്പോൾ പല സ്ഥലത്തും നിഴലിങ്ങനെ കാണാം. അപ്പോൾ ഡേ സീൻ ഒരുപാടുണ്ട്. പലപ്പോഴും പടത്തിലെ പ്രേതങ്ങൾ വരാം, യക്ഷികൾ വരാന്ന് വെച്ചാൽ നൈറ്റ് സീനായിരിക്കും. നമുക്ക് അങ്ങനെയല്ല, 12 മണിക്ക് ശേഷമാണല്ലോ ഈ പ്രേതം ഇറങ്ങാം. പക്ഷെ നമ്മളെ ആ സിനിമയിലെന്ന് വെച്ചാൽ പകലൊക്കെ ഇയാളും മുകേഷ് കൂടി ഇങ്ങനെ നടക്കുന്ന സീനുണ്ട്. അപ്പം അന്ന് ഈ സൺലൈറ്റ് കട്ട് ചെയ്യാൻ യാതൊരു മാർഗ്ഗമില്ല. എങ്ങനെ സൺലൈറ്റ് ഇടും? ഇപ്പോൾ ക്യാമറാമാനോടൊക്കെ ചോദിച്ചാൽ അവർ പറയും എങ്ങനെ കട്ട് ചെയ്യും? സൺ നമ്മുടെ മേലെ നിൽക്കുകയാണ്, എങ്ങനെയാലും കട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ഇന്നാണെങ്കിൽ വളരെ ഈസി അല്ലേ, കാരണം വെച്ചാൽ ഷാഡോ അങ്ങ് എറേസ് ചെയ്ത് കളഞ്ഞപ്പോൾ ഗ്രാഫിക്സ് ഉണ്ട്, നമുക്ക് എറേസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നായിരുന്നെങ്കിൽ ഞാൻ നേരിൽ വെക്കില്ലല്ലോ. അന്നത്തെ കാലത്ത് നമുക്ക് ആ ടെക്നിക്കൽ സൈഡ്
പറ്റാത്തതുകൊണ്ട് നമുക്ക് ടെക്നിക്കലി അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. ഈ ഷാഡോ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ക്യാമറാമാൻ ഒരുപാട് ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു നിഴലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചിലരിങ്ങനെ വിമർശനാത്മകമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രേതത്തിന് നിഴലുണ്ട്, നിങ്ങളാരെങ്കിലും പ്രേതത്തിന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള പ്രേതത്തിന് നിഴലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പലരോടും പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തമാശ.